പത്തനംതിട്ട നഗരസഭയുടെ ഭരണത്തിനായി വാശിയേറെ പോരാട്ടത്തിനാണ് ഇരു മുന്നണികളും ഒരുങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് ഇടതുമുന്നണി ഭരണം പിടിച്ചത്. നിലവിൽ 3 സീറ്റുകളുള്ള SDPIയുടെ സ്വാധീനവും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകും. പത്തനംതിട്ട നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻതൂക്കം നൽകിയ ഭരണമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുമുന്നണി നടത്തിയത്. സ്വകാര്യ ബസ് സ്റ്റാൻഡ് നവീകരണവും ഹാപ്പിനെസ് പാർക്കും ടൗൺ സ്ക്വയറുമെല്ലാം യാഥാർത്ഥ്യമാക്കിയ ആത്മവിശ്വാസം നിലവിലെ ഭരണസമിതിക്കുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനവും ഭേദപ്പെട്ട നിലയിൽ നടക്കുന്നുണ്ട്. ഈ നേട്ടങ്ങൾ ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമാക്കുമെന്നാണ് LDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. നഗരത്തിന്റെ ഭാവി വികസനത്തിനായി 5 സ്കീമുകളും ഒരു മാസ്റ്റർ പ്ലാനും രൂപീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പുതുവഴി നൽകാനായി കഴിയുമെന്നുള്ളത്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് കോൺഗ്രസ് ആയിരുന്നു. 13 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചിട്ടും ഭരണം നേടാനായില്ല. SDPI പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്രയുടെ പിന്തുണയോടെ LDF അധികാരം പിടിച്ചുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. നഗരസഭയിൽ മിക്ക പ്രദേശങ്ങളിലും രൂക്ഷമായ ജലക്ഷാമമുണ്ടെന്നും സാധാരണക്കാർക്ക് പ്രയോജനമുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും LDF ഭരണസമിതി നടത്തിയില്ലെന്നുമാണ് കോൺഗ്രസ് ആരോപണം. ഒരു ഭരണം എന്ന് പറയുമ്പോൾ കുറെ കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങളുടെ സർവ്വതല സ്പർശിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതാണ് നഗരസഭാ ഭരണസമിതി എന്ന് പറയുന്നത്. മുൻകാല ഭരണസമിതികൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും, ജനങ്ങൾക്ക് ആവശ്യമായ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. എന്നാൽ ഇന്ന് നഗരസഭയിലെ ഒരു ബസ് സ്റ്റാൻഡിന്റെയോ അല്ലെങ്കിൽ ഒരു ടൗൺ സ്ക്വയറോ നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ? ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഇരു മുന്നണികളും വിവിധ രാഷ്ട്രീയ പരിപാടികളുമായി രംഗത്തുണ്ട്. നിലവിൽ സീറ്റുകളില്ലെങ്കിലും നില മെച്ചപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് BJPയും. മീഡിയ 1 പത്തനംതിട്ട.